നമസ്കാരം. ക്രാക്ക് JRFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെറ്റിൻ്റെ ചോദ്യപേപ്പറുകൾ വിശദമായിട്ട് പരിശോധിച്ച് അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ചോദ്യം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ നെറ്റിന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ സെറ്റിനും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം അങ്ങനത്തെ ഏരിയകളിൽ തന്നെ ഇതിനകത്ത് നിന്നും ഈ ഒരു ചോദ്യപേപ്പറിലും കണ്ടു. അതുകൊണ്ട് നിങ്ങൾ അത് ആദ്യം കേട്ട് പഠിക്കുക. അതിനുശേഷം ഈ ഒരു വീഡിയോയും അതിന് തുടർച്ചയായിട്ടുള്ള വീഡിയോകളും കേൾക്കുക. നെറ്റിൻ്റെ ചോദ്യപേപ്പറിനെ അപേക്ഷിച്ച് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് സെറ്റിന് ചോദിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഈസി ആയിട്ട് വളരെ ലളിതമായിട്ടുള്ള ആൻസറുകൾ കൊടുത്തിട്ട് ഈസി ആയിട്ട് നമുക്കതിൻ്റെ ആൻസറിലേക്ക് എത്താമെന്നുള്ളതാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എല്ലാ ചോദ്യങ്ങളും ഇപ്പം നമ്മൾ ഓരോരുത്തരുടെയും അതിൻ്റെ ഒരു ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് കൃത്യമായിട്ടൊന്ന് തലയൊന്ന് ഏകാഗ്രമാക്കി നിങ്ങളുടെ ബുദ്ധി ഒന്ന് ഏകാഗ്രമാക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്തിയാൽ പെട്ടെന്ന് തന്നെ എത്തുന്നുള്ളതാണ്. വളരെ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാത്ത, കൺഫ്യൂസിങ് ഫാക്ട്സ് ഒന്നും അല്ലാത്ത രീതിയിലാണ് ഇതിനകത്തെ ചോദ്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. കണ്ണടച്ച് എഴുതിയാലും സെറ്റ് കിട്ടുന്നുള്ള രീതിയിലാണ്. അത്രയും ഈസിയാണ് ക്വസ്റ്റ്യനുകളിൽ നിന്നാണ് മനസ്സിലാവുന്നത്. ഒരു ഉദാഹരണം നിങ്ങൾ നോക്കുക. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെയാണെങ്കിലും താഴെ പറയുന്നവയിൽ അരവിന്ദൻ്റെ ചലച്ചിത്രമല്ലാത്തതേത്? വാസ്തുഹാര, ഉത്തരായണം, കുമ്മാട്ടി, മുഖാമുഖം. അപ്പോൾ അരവിന്ദൻ്റെ ചലച്ചിത്രങ്ങൾ നമ്മൾ നെറ്റിൻ്റെ വീഡിയോകളിലെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ മുഖാമുഖം എന്നുള്ളത് നമ്മൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ കോഡൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ള സിനിമകളിൽ വരുന്നതാണ് മുഖാമുഖം. അതിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് ഈ ഒരു ആൻസറിലേക്ക് എത്താം. ഇനി ഈ ഓപ്ഷനിൽ തന്നെ മറ്റ് ചോദ്യങ്ങളിലേക്കും പോകാം. ഇപ്പം ബംഗാൾ വിഭജനം വരുന്നത് ഏത് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ വാസ്തുഹാര. അങ്ങനെയൊരു അതിനകത്ത് CV ശ്രീരാമൻ്റെ കഥ എടുത്തിട്ട് ചെയ്തിരിക്കുന്നതാണ് വാസ്തുഹാര. മറ്റൊരെണ്ണം നോക്കാം, കുമ്മാട്ടി. കുമ്മാട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ കാവാലത്തിനെ ഓർക്കണം. കാവാലവും സംവിധായകനായിട്ടുള്ള ഒരു ചലച്ചിത്രമാണ് കുമ്മാട്ടി. പിന്നെ ഉത്തരായണം എന്നുള്ളത് അരവിന്ദൻ്റെ ചലച്ചിത്രമാണ്. പിന്നെ അയഞ്ഞൊരു തിരക്കഥയുമായിട്ടാണ് താൻ സിനിമ എടുക്കുന്നത് എന്ന് പറഞ്ഞൊരു ചലച്ചിത്രകാരനാണ് അരവിന്ദൻ. എന്നാൽ ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥയാണ് ഏറ്റവും പ്രാധാന്യം എന്നുള്ള രീതിയിൽ ചലച്ചിത്രങ്ങൾ എടുത്ത ആളാണ് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് എത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം എന്നുള്ള രീതിയിലാണ് ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അടുത്തൊരു ചോദ്യം നോക്കൂ. വയലാർ അവാർഡ് നേടിയ ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ ഏത്? ജീവിതം ഒരു പെൻറ്റുലം, എൻ്റെ വഴിയമ്പലങ്ങൾ, വഴിത്തിരിവ്, ഓർമ്മകളുടെ അറകൾ. ഈ ഒരു ചോദ്യം ഇപ്പം നെറ്റിന് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ കൃത്യമായിട്ട് ഇതിലേക്ക് ആൻസറിലേക്ക് എത്താം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നിട്ടുള്ള ഒരു ആത്മകഥയായിരുന്നു ജീവിതം ഒരു പെൻറ്റുലം, ശ്രീകുമാരൻ തമ്പിയുടെ. അങ്ങനെ നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ്. അപ്പോൾ വയലാർ അവാർഡുകൾ എന്നുള്ളത് ഈ സെറ്റ് പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. നിങ്ങൾ അവാർഡുകൾ മാത്രം ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ നോക്കുക. കാരണം ഈ ചോദ്യപേപ്പറിൽ 2-4 ചോദ്യപേപ്പറുകളിലെല്ലാം അവാർഡ് കൃത്യമായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞു തരാം. ചില അവാർഡുകൾ ഞാൻ പറയാത്ത അവാർഡുകൾ ചോദിച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ JC ഡാനിയേൽ അവാർഡ് ചോദിക്കുന്നുണ്ട്. JC ഡാനിയേൽ പുരസ്കാരം നേടിയ ഏറ്റവും റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ആളുകളെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ 2022 കിട്ടിയിരിക്കുന്നത് TV ചന്ദ്രനാണ്. അതുപോലെ 2023 ലഭിച്ചിരിക്കുന്നത് ഷാജി N കരുണനാണ്. ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്ന അവാർഡുകൾ അത് 2 എണ്ണമാണ്. പിന്നെ അതുപോലെ ഓടക്കുഴൽ അവാർഡ് 2022 അംബികാസുധൻ മാങ്ങാടിന് പ്രാണവായുവിന് ലഭിക്കുന്നു. അത് കഥാസമാഹാരമാണ്. 2023 PN ഗോപികൃഷ്ണൻ്റെ കവിത മാംസഭോജിയാണ് എന്നുള്ള കവിത മാംസഭോജിയാണ് എന്ന കവിത. അതുപോലെ തന്നെ 2024 ഓടക്കുഴൽ ലഭിച്ചിരിക്കുന്നത് ഗോപ എന്ന് പറഞ്ഞ നോവലിനാണ്. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഇത് ഏറ്റവും റീസെൻ്റ് ആണല്ലോ. ഗോപ അതൊരു നോവലാണ്. എഴുതിയിരിക്കുന്നത് K അരവിന്ദാക്ഷനാണ്. അപ്പോൾ ഇത്തരത്തിൽ അവാർഡുകളുടെ ഗണത്തിൽ നിന്ന് പ്രീവിയസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ അവാർഡുകൾ ഒരുപാട് ചോദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ അവാർഡുകൾ, എഴുത്തച്ഛൻ അവാർഡ്, അതുപോലെ തന്നെ വയലാർ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് ഓടിച്ച് നോക്കി പോകാനുമായിട്ട് ശ്രമിക്കണം. ഇതിൽ ചോദിച്ചിരിക്കുന്ന ജീവിതം ഒരു പെൻറ്റുലമാണ്. വയലാർ അവാർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പഠിക്കുന്ന സമയത്ത് അത് നേടിയ കൃതികൾ, ഇപ്പോൾ അഗ്നിസാക്ഷി ലളിതാംബിക അന്തർജനത്തിൽ ആരംഭിക്കുന്നതാണ്. അതിൽ നേടിയ കൃതികൾ നിങ്ങൾ ആദ്യം മുതൽ എന്ത് ചെയ്യണം,
ഓരോ കൃതിയും ആർക്കൊക്കെ എന്തിനൊക്കെ കിട്ടി എന്നുള്ളത് കൂടി കൃത്യമായിട്ട് നോക്കണം. ഇപ്പോൾ എൻ്റെ വഴി അമ്പലങ്ങൾ എന്നുള്ളത് ആത്മകഥയാണ്. അത് ആരുടെയാണ്? SKയുടെയാണ്, SK പൊറ്റക്കാടിൻ്റെയാണ്. ഓർമ്മകളുടെ അറകൾ, അറ എന്ന് കണ്ട ഉടനെ ബഷീറിനെ ഓർക്കണം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം? അതിൽ നിന്നും നമുക്ക് ഇതിലേക്ക് തന്നെ എത്തിച്ചേരാനായിട്ട് കഴിയണം. അങ്ങനെ ഏറ്റവും ഈസിയുള്ള ചോദ്യങ്ങളായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടേക്കുന്നത്. പിന്നെ 1, 2, 3 ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഏത് വിഭാഗത്തിൽ വരുന്നതാണ്? 1, 2, 3. അപ്പോൾ നോക്കൂ, തന്മാത്ര തദ്ധിതം, നാമനിർമ്മായി തദ്ധിതം, പൂരണി തദ്ധിതം, തദ്വത്തദ്ധിതം. ഒരുപാട് കുട്ടികൾ പറഞ്ഞതാണ് ഇതൊന്ന് പറഞ്ഞു തരാൻ. അതുകൊണ്ട് തന്നെ ഞാൻ തദ്ധിതങ്ങളൊന്ന് പറഞ്ഞു തരാം. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ, ഡീറ്റെയിൽഡായിട്ടല്ല പറയുന്നത്. പരീക്ഷയ്ക്ക് നിങ്ങൾ ഇത് കേട്ട് വേണം ഓർക്കാൻ എന്നുള്ള രീതിയിൽ. അപ്പം നാമവിശേഷണമായിട്ട് വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ തദ്ധിതം എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നത് തന്മാത്ര തദ്ധിതം, തദ്വത്, പൂരണി, നാമനിർമ്മായി, സംഖ്യ, സർവനാമികം. ഒന്നുകൂടി പറയാം. നമ്മൾ പ്രധാനപ്പെട്ട തദ്ധിതങ്ങളാണ് പറഞ്ഞത്. തന്മാത്ര, തദ്വത്, പൂരണി, നാമനിർമ്മായി, സംഖ്യാതദ്ധിതം, സാർവനാമികം. ഇനി അത് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്നും കൂടെ പറയാം. അപ്പോൾ തന്മാത്ര എന്ന് പറഞ്ഞാൽ നാമങ്ങളിൽ നിന്നോ ഭേദകങ്ങളിൽ നിന്നോ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു ഗുണത്തെ മാത്രം വെച്ചിട്ട് നാമങ്ങളിൽ നിന്നോ ഭേദകങ്ങളിൽ നിന്നോ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ത്? തന്മാത്ര. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ഓർക്കേണ്ടത്? ഒരു ഗുണം എന്ന് പറയുമ്പം ഒരു തന്മാത്ര നമ്മൾ പറയുമല്ലോ, ഏറ്റവും ചെറിയൊരു കണത്തിനെയാണ് നമ്മൾ തന്മാത്ര എന്ന് സയൻസിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു ഗുണം അപ്പോൾ എങ്ങനെയായിരിക്കും? വെണ്മ, തിന്മ, പുതുമ, നീലിമ, മടയത്തം, മണ്ടത്തരം, കാട്ടാളത്തം, ഗുരുത്വം, ലഘുത്വം, ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു സീക്വൻസ് നിങ്ങളൊന്നും കൂടി കേൾക്ക്. ഇപ്പോൾ വെണ്മ, അപ്പോൾ നോക്കൂ, അതിൻ്റെ ലാസ്റ്റ് വരുന്ന അല്ലെങ്കിൽ അവസാനത്തിലെ അക്ഷരം ഏതാണ്? മായാണ്. അപ്പോൾ മാ. പിന്നെ അതുപോലെ തം എന്നുള്ള മടയത്തം, തം. തരം, മണ്ടത്തരം, തരം. തനം എന്നുള്ളതിന് അങ്ങനെയുള്ള പുതുമ, നീലിമ, മാ, തം, തരം, തനം ഇങ്ങനെയൊക്കെ അവസാനം വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ഗുണത്തെ കാണിക്കുന്നതിൻ്റെ പിന്നെ ഉപയോഗിക്കുന്ന നാമവിശേഷണമാണെന്ന് മനസ്സിലാക്കുക. അതാണ് തന്മാത്ര. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. തദ്വതദ്ധിതം അതെങ്ങനെയാണ്? അതുള്ളത്, അതിലുള്ളത്, അവിടെ നിന്ന് വരുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തെ അതിൽ നിന്ന് വരികയാണ് അതിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഉദാഹരണം, തെക്ക് നിന്ന് വരുന്നവനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? തെക്കൻ. പിന്നെ മടിയുള്ളവൻ മടിയൻ, മൂപ്പുള്ളവൻ മൂപ്പൻ. അങ്ങനെ എന്ത് ചെയ്യുന്നു? അങ്ങനെയാണ് തദ്വതദ്ധിതം വരുന്നത്. അടുത്ത നോക്കാം, പൂരണി ഇപ്പം നമ്മൾ ഓപ്ഷനിൽ വായിച്ചതാണ്. തന്മാത്ര പറഞ്ഞു, അതുപോലെ പൂരണി തദ്വതും പറഞ്ഞു. പൂരണി എന്ന് പറഞ്ഞാൽ സംഖ്യാനാമങ്ങളിൽ ആം എന്നുള്ള കാര്യം വന്നാൽ, അതായത് ആമും ആനും വന്നാൽ എന്താണ്? ലിംഗപ്രത്യയവും വന്നിട്ടുണ്ടെങ്കിൽ അത് പൂരണിയാണ്. ഉദാഹരണം നോക്കൂ, 1, 2, 3. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഏതാണ്? അത് പൂരണി തദ്ധിതമാണ്. സംഖ്യാനാമങ്ങളിൽ ആം എന്ന് വന്നാൽ അതാണ് പൂരണി. 4ാമത്തെ നോക്കാം, നാമനിർമ്മായി എന്ന് പറഞ്ഞാൽ കണ്ടതു, കേട്ടതു, അങ്ങനെയുള്ള നാമത്തിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ വരുന്നത് നാമനിർമ്മായി. ഇനി സംഖ്യാതദ്ധിതം എന്ന് പറഞ്ഞാൽ ഒരുവൻ, ഒരുവൾ. നോക്കുക, ഒരുവ എന്നുള്ളത് ഒരു സംഖ്യയാണ്, അതിൻ്റെ കൂടെ അൻ ചേർക്കുകയാണ്. ഒരുവൻ അല്ലെ അൾ ചേർക്കുകയാണ്, ഒരുവൾ. അർ ചേർത്താൽ മൂവർ. ഒരുവൻ, ഒരുവൾ, മൂവർ. അപ്പോൾ അത് സംഖ്യാതദ്ധിതം. പൂരണിയും സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പൂരണി എന്ന് പറഞ്ഞാൽ ആം ലിംഗപ്രത്യയം ആമാണ്, പ്ലസ് ആം അല്ലെ അൻ, ഒന്നാമൻ. ഇത് ഒരുവൻ. അതാണ് വ്യത്യാസം. ഇനി സാർവനാമികം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഉത്തമം, പിന്നെ പുരുഷാഖ്യാനത്തിൽ അല്ലെ ഉത്തമനോ ഉത്തമമായിട്ടുള്ളതോ അല്ലെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സർവനാമങ്ങളിൽ വരുന്നത് അതിനകത്ത് വരുന്ന എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ എഴുതുന്നത്. അത്, അവൻ, അവൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി എഴുതിയിരുന്ന തദ്ധിതങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സർവനാമികത്തിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ട് തരാറുള്ള തന്മാത്ര, തദ്വത്, പൂരണി, നാമനിർമ്മായി, സംഖ്യ ഇവയൊക്കെയാണ് തരാറുള്ളത്. കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് അതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ തദ്ധിതങ്ങളെ മനസ്സിലാക്കുക. ഇനി വിഭക്തി ബന്ധപ്പെട്ട് ചോദ്യം വരുന്നുണ്ട്. വിഭക്തി
അതുപോലെ കാരകം ബന്ധപ്പെട്ട. അപ്പോൾ വിഭക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വിഭക്തിയാണുള്ളത്? നിപ്രസം, ഉപ്രസം, ആ എന്നാണ് നമ്മളതിന് പഠിക്കാറുള്ളത്. നിപ്രസം, ഉപ്രസം, ആ. അപ്പം അതിൻ്റെ കാരകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇപ്പം നിർദ്ദേശിക എന്ന് പറഞ്ഞ വിഭക്തി വരുന്നു, അതിന് പ്രത്യയമില്ല. നിർദ്ദേശിക വിഭക്തിക്ക് ഒരു പ്രത്യയവും ഉപയോഗിക്കുന്നില്ല. അതിൽ കർത്തൃകാരകമാണ്, പ്രത്യയമില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ രാമൻ പഠിക്കുന്നു, അങ്ങനെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടി ഓടുന്നു, അങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്? അതിലൊന്നും വേറെ പ്രത്യേകിച്ച് പ്രത്യേകമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. കുട്ടി ഓടുന്നു, അതിന് കുട്ടിയുടെ തൊട്ട് പിൻപിൽ അല്ലെങ്കിൽ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു പ്രത്യയമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ വിഭക്തി പ്രത്യയമില്ലാത്ത കാരകത്തെ നമ്മൾ വിളിക്കുന്നത് കർത്തൃകാരകമാണ്. കർത്തൃകാരകം ഏത് വിഭക്തിക്കാണ്? നിർദ്ദേശിക വിഭക്തിക്കാണ്. അടുത്തത് പ്രതിഗ്രാഹിക നോക്കാം. പ്രതിഗ്രാഹിക എന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞിട്ടുള്ള അതിനെ നമ്മൾ പ്രതിഗ്രാഹികയുടെ എന്താണ്? പ്രത്യയമാണ്. അപ്പോൾ അതിന് കുഞ്ഞുങ്ങളെ, അവളെ, എന്ന് വരികയാണ്. അപ്പം കർമ്മകാരകമാണത്, കർമ്മകാരകമാണ്. അമ്മ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നു, എന്ന് പറഞ്ഞാൽ പ്രതിഗ്രാഹിക വിഭക്തി. അമ്മ കുഞ്ഞുങ്ങളെ, അവിടെയാണ് ആ വിഭക്തി നമ്മൾ പ്രത്യയം ചേർത്തിരിക്കുന്നത്. അപ്പോൾ എന്നുള്ളത് പ്രതിഗ്രാഹിക വിഭക്തിയുടെ എന്താണ്? പ്രത്യയമാണ്. അത് കർമ്മകാരകമാണ്. ഇനി നിപ്രായി, ഇനി സം എന്ന് പറഞ്ഞാൽ സംയോജിക, സംയോജികയോട് എന്ന് പഠിക്കുക. സംയോജികയുടേത് ഓടാണ്. അതിനേതാണ്? സാക്ഷികാരകമാണ്. ഉദാഹരണം, സൂസൻ ഗോപിയോട് സംസാരിക്കുന്നു. സംയോജിക വിഭക്തിക്ക് ഗോപിയോട്, ഓട്. അപ്പോൾ അത് സാക്ഷികാരകമാണ്, ഓട്. ഇനി ഉദ്ദേശിക ന്, ഉദ്ദേശിക ഇക്ക് ന് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പ്രത്യയങ്ങളാണ് വരാറുള്ളത്. ഇക്ക് ന്. അപ്പോൾ അതിനേതാണ്? സ്വാമികാരകമാണ്. ഇക്ക് ന് സീതയ്ക്ക്, പിന്നെ അതുപോലെ അവന്. അപ്പോൾ ന് നമ്മളെന്ത് അവിടെ ചേർത്തിരിക്കുകയാണ്? രാമന്. അപ്പോൾ അതൊക്കെ എന്ത് വരും? ഉദ്ദേശിക വരും. അതിന് കാരകം ഏതാണ്? സ്വാമികാരകമാണ്. സ്വാമികാരകമാണ് ഇക്ക് ന്. അടുത്തത് നോക്കാം, പ്രയോജിക. പ്രയോജികയാൽ എന്ന് പഠിക്കുക. പ്രയോജികയാൽ, ആലാണതിൻ്റെ വിഭക്തിയായിട്ട് വരുന്നത്. വിഭക്തിയല്ല, പ്രത്യയമായിട്ട് വരുന്നത്. അതിനെന്താണ്? ആൽ വന്നാൽ അത് കരണകാരകമാണ്. കരണകാരകം. പ്രയോജിക വിഭക്തി ആൽ. മുറിവ് ആയുധത്താൽ ഉണ്ടായി. രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു. നിങ്ങൾ നോക്കൂ, രാവണനെ കൊന്നു എന്നല്ല, അങ്ങനെ ആകുമ്പോൾ ഏത് വിഭക്തിയായി? പ്രതിഗ്രാഹിയായി. രാവണനെ. അതിനു പകരം തിരിച്ചു പറയാണ്, രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഏത് കാരകമാണ്? കരണകാരകമാണ്. അതുപോലെ തന്നെ അതിൻ്റെ വിഭക്തി ഏതാണ്? പ്രയോജിക വിഭക്തിയാണ്. അടുത്തത് സംബന്ധികയാണ്. സംബന്ധിക ഇൻ്റെ ഉടെ. സംബന്ധികയുടെ വിഭക്തി പ്രത്യയങ്ങൾ ഇൻ്റെ ഉടയാണ്. ഇൻ്റെ ഉടെ വരുന്നത് ഏതൊക്കെയാണ്? അവൻ്റെ, അവളുടെ. അപ്പോൾ സംബന്ധിക വിഭക്തിയുടെ ഒരു പ്രത്യേകത അതിന് കാരകമില്ല എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. സംബന്ധിക വിഭക്തിക്ക് എന്തില്ല? കാരകമില്ല. ഇൻ്റെ ഉടെ, അവൻ്റെ, അവളുടെ, ഗോപുവിൻ്റെ, അങ്ങനെയൊക്കെയുള്ള അത് ഓർക്കുക. ഉടയും ഇൻ്റെയും വരുന്നു. ഇനി ആധാരിക. ആധാരിക വിഭക്തി. അപ്പോൾ നമ്മൾ നിപ്രസം ഉപ്രസമായി. ഇനി ആയാണ്. ആധാരിക ഇൽക്കൽ. ഇൽക്കൽ, ആധാരിക ഇൽക്കൽ എന്ന് പഠിക്കുക. ആധാരിക ഇൽക്കൽ, അത് അധികരണകാരകമാണ്. ആധാരിക വിഭക്തിയിലുള്ളത് അധികരണകാരകമാണ്. ഇൽക്കൽ, മേശയിൽ. മേശയിൽ, അവങ്കൽ. ഇതൊക്കെ എന്താണ്? അധികരണകാരകത്തിലേക്ക് വരും. അത് ഏതിൻ്റെയാണ്? ഏതിൻ്റെ കാരകമാണ് അധികരണം എന്ന് പറഞ്ഞത്? ആധാരികയുടെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, അധികരണം ആയാണ്, ആധാരികയും ആയാണ്. അപ്പോൾ ആ അങ്ങനെ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കാം അല്ലേ? ആ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ത് ചെയ്യുക? തുടങ്ങുന്നത് രണ്ടെണ്ണമാണല്ലോ, അങ്ങനെയും നിങ്ങൾക്ക് അതിനെ ഓർക്കാം. ആകെ ഒരെണ്ണത്തിൽ മാത്രമുള്ള ലാ വെച്ച് തുടങ്ങുന്ന ഒരെണ്ണം ഉള്ളത്, അത് ആധാരിക വിഭക്തിയാണ്. അപ്പോൾ ഇതാണ് വിഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കിയതിൽ നിന്ന് മനസ്സിലായത്. നിങ്ങൾക്ക് കാരക ഒരുപാട് ചോദിച്ചു കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയാത്ത മറ്റൊരു ഏരിയ ഏതാണ്? ഇനി നമുക്ക് അർത്ഥം പ്രമാണിച്ച് ക്രിയയെ പ്രമാണിച്ച് ക്രിയയെ വിഭജിക്കുന്നത്, അർത്ഥം പ്രമാണിച്ച് അതുപോലെ പ്രകൃതി, സ്വഭാവം, പ്രാധാന്യം, ഇതും നിങ്ങളുടെ ഒരു ചോദ്യമാണ്. അപ്പോൾ അർത്ഥം പ്രമാണിച്ച് ക്രിയയെ വിഭജിച്ചിരിക്കുന്നത് സകർമ്മകമെന്നും അകർമ്മകമെന്നുമാണ്. അത് കർമ്മമുള്ളതിനെയാണ് നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ടാവും. ആര് അല്ലെങ്കിൽ എന്തിനെന്നൊക്കെ പറയുമ്പം അതിൽ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അത് കർമ്മമുള്ള ഒരു വാചകമാണ് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ സകർമ്മകം എന്ന് പറയുന്നു. അടുത്തത് അകർമ്മകം.
അകർമ്മകം എന്ന് പറഞ്ഞാൽ കർമ്മമില്ലാത്തത് എന്നർത്ഥമാക്കുന്നു. അപ്പം അങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അർത്ഥം പ്രമാണിച്ചാണ്. അടുത്തത് പ്രകൃതി പ്രമാണിച്ച് ക്രിയയെ വിഭജിച്ചിരിക്കുന്നത് എങ്ങനെ? കേവലവും പ്രയോജകവും. ഈ കേവലം പ്രയോജകം എന്ന് പറഞ്ഞാൽ എന്താ? കേവലം നമുക്ക് എന്തും ചെയ്യാം, നമുക്ക് സ്വന്തം ചെയ്യാം, നടക്കുന്നു, ഓടുന്നു, ചാടുന്നു. പ്രയോജകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ചെയ്യുന്നതാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരാളുടെ പിന്തുണയില്ലാതെ ചെയ്യാൻ പറ്റില്ല. നടത്തിക്കുന്നു, ഉറക്കുന്നു, പാടിപ്പിക്കുന്നു, പറയിപ്പിക്കുന്നു, അതിലെല്ലാം എന്താണ് ഒരു പിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അത് നമ്മൾ ഒരാളെ ഒരു പരപ്രേരണ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ അതെന്താണ്? പ്രയോജകമാണ്. ഇനി സ്വഭാവം പ്രമാണിച്ച് ക്രിയയെ വിഭജിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? കാരിതമെന്നും അകാരിതമെന്നും. അപ്പോൾ കാരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? കാരിതം അകാരിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കേവലം പ്രയോജകം എന്ന് പറഞ്ഞതിൽ തന്നെ വരുന്നതാണിത്. കേവലത്തിൽ വരുന്നതാണ്. ഇപ്പം നടക്കുന്നു, പാടുന്നു. അപ്പോൾ കേവലത്തിൻ്റെ ഒരു വിഭജനമായിട്ട് നമുക്ക് കാരിതം അകാരിതം സ്വഭാവം അനുസരിച്ച് കായുള്ളത് കാരിതവും കായില്ലാത്ത അകാരിതവും. ഇപ്പം ഉറക്കുന്നു, അതിൽ കായുണ്ടല്ലോ, ഇക്കായുണ്ട്. അപ്പോൾ അതെന്താണ്? കാരിതമാണ്. പാടുന്നു, കായുണ്ടോ? ഇല്ല. ചാടുന്നു, കായുണ്ടോ? ഇല്ല. അതെന്താണ്? അകാരിതമാണ്. അടുത്ത പ്രാധാന്യമനുസരിച്ച് മുറ്റുവിനായെന്നും പറ്റുവിനായെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പം മുറ്റുവിന എന്ന് പറഞ്ഞാൽ ഒരു ക്രിയ എന്ത് ചെയ്തു? അത് പൂർണ്ണമാവുകയാണ്. അപ്പോൾ അത് മുറ്റുവിനയാണ്. വന്നു, കണ്ടു, പോയി, അങ്ങനെ. പറ്റുവിന എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് അപൂർണ ക്രിയയാണ്. ഈ അപൂർണ ക്രിയയിലാണ് നമുക്ക് പിന്നെയും തരംതിരിവ് വരുന്നത്. അപൂർണ ക്രിയയിൽ നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണ്, പേരച്ചമെന്നും വിനയച്ചമെന്നും. ഒരു അപൂർണമായി നിൽക്കുന്ന ഒരു ക്രിയ എന്ന് പറയുന്നത് അതിന് മുൻപേ ഒരു നാമമാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ പേരച്ചമെന്ന് പറയുന്നു. നാമമല്ലാതെ ഒരു ക്രിയയാണ് വരുന്നതെങ്കിൽ അതിനെ വിനയച്ചമെന്നും പറയുന്നു. അപ്പോൾ പേരച്ചത്തിന് ഉദാഹരണം പറഞ്ഞാൽ ഓടുന്ന കുട്ടി, ഓടുന്ന അപൂർണമായി നിൽക്കുകയാണ്. ഓടിക്കഴിഞ്ഞോ? ഇല്ല. ഓടുന്ന കുട്ടി, അല്ലെ പാടുന്ന പെൺകുട്ടി, അല്ലെ പാടുന്ന വിമല. അപ്പോൾ നോക്കൂ, അവിടെ വിമല എന്ന് പറഞ്ഞൊരു നാമമാണ്. ആ നാമത്തിന് തൊട്ട് മുൻപ് നിൽക്കുന്നത് ഒരു അപൂർണ ക്രിയയാണ്. പാടിക്കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ നമ്മൾ പേരച്ചം എന്നാണ് വിളിക്കുക. പേരിൻ്റെ മുൻപ് വന്നു എന്ന് വിചാരിച്ചാൽ മതി. അല്ലെ അതിന് ശേഷം വന്നിരിക്കുന്നത് പേരാണ്. ഒരു അപൂർണ ക്രിയയ്ക്ക് ശേഷം വന്നത് പേരോ അല്ലെ അങ്ങനെ ഒരു വസ്തുവാണ്, അല്ലെ ഒരു സാധനം എന്ന് കരുതുക. അടുത്തത് വിനയച്ചം നോക്കാം. വിനയച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? അപൂർണ ക്രിയ ഒരു ക്രിയയ്ക്ക് മുൻപ് സംഭവിക്കുകയാണ്. എന്താണ്? ചാടി പോയി, അങ്ങനെ വന്നാൽ ഇപ്പം കളിക്കാൻ പോയി, അങ്ങനെയൊക്കെ പറയുന്നത്. കളിക്കാൻ പോയി. അപ്പം അവിടെ എന്ത് സംഭവിച്ചു? കളിക്കാൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുണ്ടോ? ഇല്ല, പോയിട്ടുണ്ട്. പക്ഷെ കളിക്കാൻ എന്നുള്ളത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അല്ലെ അപൂർണമായിട്ട് നിൽക്കുകയാണ്. നിൽക്കവേ കണ്ടു, അങ്ങനെയൊക്കെ പറയുന്നതെല്ലാം ഇതിൽ വരുന്നു. കേൾക്ക വേണം, അതൊക്കെ ഏതിലാണ് വരുന്നത്? അത് വിനയച്ചമാണ്. ഇനി വിനയച്ചത്തിനെ നമ്മൾ 5ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതും നെറ്റിൻ്റെയും സെറ്റിൻ്റെയും HSIയുടെയും ഒക്കെ ചോദ്യമായിട്ട് വരുന്നതാണ്. 5 വിനയച്ചങ്ങൾ ഏതൊക്കെയാണ്? മുൻവിനയച്ചം എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയയ്ക്ക് മുൻപ് നടക്കുന്നതാണ്. ചാടിപ്പോയി, നോക്കുക നിങ്ങൾ, പൂർണ്ണക്രിയയ്ക്ക് മുൻപ് പോയി എന്നുള്ളതാണ്. അതിന് മുൻപ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ചാടിപ്പോയി. പൂർണ്ണക്രിയയ്ക്ക് മുൻപ് നടക്കുന്നതിനെ നമ്മൾ മുൻവിനയച്ചം, മുന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് മുൻവിനയച്ചം. പക്ഷേ അതിന് പ്രത്യയങ്ങളൊന്നും ചേർന്നിട്ടില്ല എന്നുകൂടെ ഓർക്കുക. അടുത്തത് പിൻവിനയച്ചം, പൂർണ്ണക്രിയയ്ക്ക് ശേഷമാണ് നടക്കുക. ഇവിടെ പ്രത്യയമായിട്ട് വരുന്നത് ആനാണ്. പഠിക്കാൻ പോയി, വിളിക്കാൻ വന്നു, ചാടാൻ പറഞ്ഞു. ആൻ എന്നുള്ള പ്രത്യയം പൂർണ്ണക്രിയയ്ക്ക് ശേഷം നടക്കുന്നതാണെന്ന് ഓർക്കുക. പൂർണ്ണക്രിയയ്ക്ക് ശേഷം പഠിക്കാൻ പോയി. അപ്പോൾ നോക്കുക, ഇവിടെ വിളിക്കാൻ വന്നു. വിളിക്കാൻ എന്ന് പറയുന്നത് പൂർണ്ണക്രിയയ്ക്ക് ശേഷം ആൻ എന്ന് പറയുന്നത്, പഠിക്കാൻ അപൂർണ്ണക്രിയ നിൽക്കുന്നത് ആൻ എന്ന് പറഞ്ഞ പ്രത്യയത്തിലാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറഞ്ഞ പിൻവിനയച്ചം എന്ന് പറയുന്നത്. അടുത്ത തൻവിനയച്ചം. ഒരേ സമയം പൂർണ്ണക്രിയയും അപൂർണ്ണക്രിയയും സംഭവിക്കുന്നു. 2 കാര്യം ഒരുമിച്ച് സംഭവിക്കുകയാണ്. എന്തൊക്കെയാണ് 2 കാര്യം ഒരുമിച്ച് സംഭവിക്കുന്നത്? നിൽക്കവേ കണ്ടു. നിൽക്കുകയാണ്, കാണുന്നുമുണ്ട്. അപ്പം നിൽക്കവേ കണ്ടു, പറയവേ കേട്ടു, ചാടവേ വീണു. മനസ്സിലായോ? 2 നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ വരുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? തൻവിനയച്ചം. അപ്പോൾ അവേ എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അതിനെ നിൽക്കവേ, പോകവേ, അങ്ങനെ നമുക്ക് അവയെന്ന് വേണമെങ്കിൽ അതിൻ്റെ പ്രത്യയം പറയാവുന്നതാണ്. ഇനി അടുത്ത പാക്ഷിക വിനയച്ചം. പാക്ഷിക വിനയച്ചം എന്ന് പറഞ്ഞാൽ ഒരു ക്രിയ നടന്നാൽ മാത്രമേ അടുത്തത് നടക്കൂ. കണ്ടാൽ പറയാം. അതായത് കണ്ടിട്ടില്ല, കണ്ടാൽ
പറയാം, രണ്ടും നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത് നോക്കൂ, അത് ഭാവിയിലാണ് നടക്കുന്നത്. വന്നാൽ കാണാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പ്രേമസംഗീതത്തിലൊരു വരിയുണ്ട്, നമിക്കിലുയരാം നടുകിൽ തിന്നാം നെൽകുകിൽ നേടിയിടാം നമുക്ക് നാമേ പണിമത് നാഗം നരകവും അതുപോലെ ബാക്കി അത് വേണ്ട. നമിക്കിൽ ഉയരാം, നമിക്കുകയാണെങ്കിൽ എന്താണ്, വന്നിക്കുകയാണെങ്കിൽ ഉയരാം. പിന്നെ അതുപോലെ നടുകിൽ തിന്നാം, നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ തിന്നാം. നെൽകുകിൽ നേടിയിടാം, കൊടുക്കുകയാണെങ്കിൽ കിട്ടും എന്ന് പറയത്തില്ലേ, അത് തന്നെ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എതിരാ വരുന്നത്, പാക്ഷിക വിനയച്ചത്തിലാണ്. ഇനി നടുവിനയച്ചത്തിലേക്ക് പോകാം. നടുവിനയച്ചം ആ കാ ഉക, അതായത് ആ കാ ഉക 3 പ്രത്യയങ്ങൾ കാണാം, കാലഭേദമില്ല. നടുവിനയച്ചം എന്താണ്? അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് ഓർത്ത് വയ്ക്കുക? നടുവാണല്ലോ. നടു എന്ന് പറഞ്ഞാൽ നമുക്ക് 3 കാലങ്ങളാണ്, ഭൂതം, വർത്തമാനകാലം, ഭാവി. ഈ 3 കാലങ്ങളിലും നടുക്ക് നിൽക്കുന്നു എന്നാലേക്ക്. നടുക്ക് നിൽക്കുന്നത് കൊണ്ട് അതിന് പ്രത്യേകം വേറെ കാലഭേദമൊന്നുമില്ല, പ്രത്യയങ്ങളായിട്ട് ആ കാ ഉകയുണ്ട്. ചെയ്യുക വേണം, പോകുക വേണം, കേൾക്ക വേണം, പഠിച്ചിരിക്കണം, ഇങ്ങനെയൊക്കെ വന്നാൽ എന്താണ്? അത് നടുവിനയച്ചമാണ്. അപ്പം 5 വിനയച്ചങ്ങളാണ് ഞാൻ പറഞ്ഞത്. മുൻവിനയച്ചം ചാടിപ്പോയി, ഒരു ഉദാഹരണം മനസ്സിൽ വെച്ചിട്ട് എഴുതാൻ നോക്കുക. പിൻവിനയച്ചം പഠിക്കാൻ പോയി. തൻവിനയച്ചം നിൽക്കവേ കണ്ടു. പാക്ഷിക വിനയച്ചം കൊടുത്താൽ കിട്ടും, മനസ്സിലായോ? കണ്ടാൽ പറയാം. നടുവിനയച്ചം കാലഭേദമില്ല, ചെയ്യുക വേണം, പോകുക വേണം, കേൾക്ക വേണം. ഇങ്ങനെയാണ് വിനയച്ചങ്ങൾ തിരിച്ചിരിക്കുന്ന 5ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അത് നെറ്റിനും സെറ്റിനും എല്ലാത്തിനും ചോദ്യപേപ്പറിൽ കാണുന്നുണ്ട്. നിങ്ങൾ സെറ്റിൻ്റെ ചോദ്യപേപ്പറിലും കണ്ടു. ഇനി നിങ്ങൾക്ക് വരുന്നൊരു ഭാഗം എന്ന് വെച്ചാൽ നമുക്ക് ശബ്ദത്തെ 2ആയിട്ടാണ് തിരിച്ചത് നിങ്ങൾക്കറിയാം. വാചകമെന്നും ദ്യോതകമെന്നും 2ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ദ്യോതകത്തെ തിരിച്ചിരിക്കുന്ന ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിപാതമെന്നും അവ്യയവുമെന്നുമുണ്ട്. നിപാതവും അവ്യയവും. അപ്പോൾ നിപാതം അവ്യയം എന്ന് 2ആയിട്ട് തിരിച്ചിരിക്കുന്ന ദ്യോതകം, ശബ്ദത്തെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു, വാചകമെന്നും ദ്യോതകമെന്നും. അതിൽ ദ്യോതകത്തെ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിപാതം അവ്യയം എന്ന് തിരിച്ചിരിക്കുന്നു. ഇനി ദ്യോതകത്തെ പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലും തിരിച്ചിട്ടുണ്ട്. ഗതി വ്യാക്ഷേപകം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് തിരിച്ചിരിക്കുന്നത്. ഗതി ഘടകം വ്യാക്ഷേപകം എന്ന്. അപ്പം നമുക്കൊന്ന് നോക്കാം. ഈ നിപാതം എന്ന് പറയുന്നല്ലോ, നിപാതമെന്നും അവ്യയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞു. ഈ നിപാതം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ദ്യോതകം വരുന്നതാണ്. അത് ഓ എ എന്നൊക്കെയാണ് ഈ ദ്യോതകം വരുന്നത്. ഓ എ. സമുച്ചയ നിപാതം എന്ന് പറഞ്ഞാൽ ആണ്, രാമനും. സമുച്ചയ നിപാതം രാമനും. വികല്പ നിപാതം അതോ ഇതോ, ഓയാണ് വരിക. വികല്പ നിപാതം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഓ എന്ന് നോക്കിയാൽ മതി. അതോ ഇതോ. സമുച്ചയ നിപാതം രാമനും സീതയും അമ്മയും അച്ഛനും. ഇനി അവധാരണ നിപാതം അത് എ. അവധാരണ നിപാതം എ ആണ്. അതേ, നീയേ തുണ എന്നൊക്കെ പറഞ്ഞ് ആ ഏ എന്നുള്ളതാണ് അവധാരണ നിപാതം. അടുത്തത് നമ്മൾ നിപാതം കഴിഞ്ഞ് അതിനകത്ത് തന്നെ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്നതാണ് അവ്യയം. അവ്യയം വാചകങ്ങൾ രൂപമാറ്റം വന്ന് ദ്യോതകമാകുന്നതിനെയാണ് നമ്മൾ അവ്യയം എന്ന് പറയുന്നത്. ഇന്ന്, എന്നാൽ, പറ്റി, നിന്ന്, കുറിച്ച് തുടങ്ങിയവയൊക്കെ അവ്യയത്തിലാണ് വരുന്നത്. രാമനെ കുറിച്ച്, പിന്നെ നിന്നെ പറ്റി എന്നൊക്കെ വന്നാൽ എന്താണ്? വാചകങ്ങൾ രൂപമാറ്റം വന്നിട്ട് ദ്യോതകമാകുകയാണ്. ഇന്ന്, എന്നാൽ, പറ്റി, നിന്ന്, കുറിച്ച് ഇതൊക്കെ എന്താണ്? അവ്യയമാണ്. അവ്യയം എന്ന് വെച്ചാൽ എന്താണ്? ദ്യോതകം ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അവ്യയം എന്ന് പറയുന്നതിനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിക്കുകയാണ്. അപ്പം പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞല്ലോ, പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരിച്ചു കൊണ്ടുവരുമ്പം അവ്യയത്തെ അല്ല തിരിക്കുന്നത്, ദ്യോതകത്തെ തിരിക്കുകയാണ്. ഗതി ഘടകം വ്യാക്ഷേപകം എന്ന് തിരിക്കുന്നു. ഈ ഗതി ഘടകം വ്യാക്ഷേപകം അത് നോക്കാം. ക്രിയയോട് ബന്ധിപ്പിക്കുന്നതാണ് ഗതി. ഒരു കാര്യത്തെ ക്രിയയോട് ബന്ധിപ്പിക്കുന്നത് ഗതിയാണ്. ഇപ്പോൾ കൊണ്ട്, മരത്തിൽ, ഉടേ, തൊട്ട്. നോക്കൂ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ പറയില്ലേ, അതുപോലെ മരത്തിൽ നിന്ന് അങ്ങനെയൊക്കെ വരുന്നത് എന്താണ്? ഗതിയാണ്. ആ ഇല്ലെന്ന് പറഞ്ഞത് അവിടെ ഗതിയാണ്. അതുപോലെ തന്നെ ഉപ്പ് തൊട്ട്, അവിടുത്തെ തൊട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗതിയാണ്. ക്രിയയോട് ബന്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന ചില വാക്കുകൾ, കൊണ്ട്, ഇല്ല്, ഉടേ, തൊട്ട് തുടങ്ങിയവയൊക്കെ എന്താണ്? ഗതി. ഇനി ഘടകം എന്ന് പറഞ്ഞാൽ ഇന്നോ നാളെയോ അച്ഛനും അമ്മയും, എങ്കിൽ, അതായത് എങ്കിൽ, പക്ഷേ, ശേഷം, ഉള്ള, ആകട്ടെ തുടങ്ങിയവയ്ക്ക് എന്താണ്? ഘടകമാണ്. ഇന്നോ നാളെയോ അച്ഛനും അമ്മയും, എങ്കിൽ
തുടങ്ങിയവയൊക്കെ ഘടകമാണ്. ഇനി വ്യാക്ഷേപകം എന്ന് പറഞ്ഞാൽ മറ്റു പദങ്ങളോട് ചേരാതെ ഒറ്റ പദമായിട്ട് നിൽക്കുകയാണ് വ്യാക്ഷേപകം. ഇതിനെ സംബന്ധിച്ചൊരു ചോദ്യവും വരാറുണ്ട്. വ്യാക്ഷേപകം അയ്യോ, കഷ്ടം, ശിവ ശിവ, ഭ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതൊക്കെ ഒറ്റ ചേർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്ക്ലമേറ്ററി എന്ന് വെച്ചാൽ ആശ്ചര്യചിഹ്നം ചേർത്ത് കൊടുക്കും. ഇപ്പം അതിൻ്റെ ഒരു ചോദ്യം വരാറുള്ള വ്യാക്ഷേപകത്തിൽ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന കവിത ഏതാണ്? അങ്ങനൊരു ചോദ്യം വന്നാൽ കുമാരനാശാൻ്റെ വീണ പൂവോർക്കുക. ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നൊഴി എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഹായിലാണ് ആരംഭിക്കുന്നത്. ഹാ കഴിഞ്ഞിട്ടൊരു ആശ്ചര്യചിഹ്നമുണ്ട്. അപ്പോൾ അത് ഏതിലാണ് തുടങ്ങുന്നത്? വ്യാക്ഷേപവും. അതുപോലെ അവസാനിക്കുന്നത് അവനി വാഴ്വു കിനാവു കഷ്ടം. കഷ്ടം കഴിഞ്ഞിട്ട് എന്തുണ്ട്? ഒരു ആശ്ചര്യചിഹ്നമുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വ്യാക്ഷേപകം മറ്റു പദങ്ങളോട് ചേരാതെ ഒറ്റപ്പദമായി നിൽക്കുന്നു. വീണ പൂവ് ആലോചിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓർത്തു വയ്ക്കാവുന്നതാണ്. അടുത്തത് കേവലമാണ്. ഈശ്വരൻ തന്നെ ചോദിക്കട്ടെ, തന്നെയാണ് അവിടെ കേവലമായിട്ട് വരുന്നത്. അത് പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും കണ്ടിട്ടില്ല, എന്നാലും നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. കേവലം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ദ്യോതകം നിങ്ങൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തന്നെ, ഈശ്വരൻ തന്നെ ചോദിക്കട്ടെ. അപ്പോൾ ആ തന്നെയൊക്കെയാണ് കേവലം എന്ന് പറഞ്ഞതിൽ വരുന്നത്. ഇനി നമ്മൾ വാചകത്തെ നാമം കൃതി ഭേദകം എന്ന് തിരിച്ചിരിക്കുന്നു. അതിൽ വാചകത്തെ നോക്കുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ദ്രവ്യനാമം ദൈവങ്ങൾക്കുള്ള നാമം അത് തന്നെ. അതുപോലെ ഗുണനാമം എന്ന് വെച്ചാൽ ഗുണമാണ്. ഇപ്പോൾ തിളക്കം എന്നൊക്കെ പറയുന്നത് ഗുണമാണല്ലോ, അതാണ് ഗുണനാമം. അടുത്തത് ക്രിയാനാമം എന്ന് പറഞ്ഞാൽ ചാട്ടം, ഓട്ടം, ക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നാമങ്ങളാണ്. അപ്പോൾ അതിൽ തന്നെ ദ്രവ്യനാമം നമ്മൾ വീണ്ടും തിരിക്കുകയാണ്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സമൂഹനാമം, സർവനാമം. ഇങ്ങനെ 5ആയിട്ട് എന്ത് ചെയ്യുന്നു? തിരിക്കുന്നു. അപ്പം സംജ്ഞാനാമം എന്ന് വെച്ചാൽ പേരാണ്. ഇപ്പോൾ പുസ്തകം, രാമൻ, സീത, എൻ്റെ പേരാണെങ്കിൽ ലിസ, അങ്ങനെ ആരുടെയെങ്കിലും പേരുകൾ. അടുത്തത് സാമാന്യനാമമാണ്. സാമാന്യനാമം എന്ന് വെച്ചാൽ ഒരു വർഗത്തിൻ്റെ പൊതുവായിട്ടുള്ള നാമം. ഒരു വർഗത്തിന് പൊതുവായിട്ട് കൊടുക്കുന്ന നാമത്തെയാണ് നമ്മൾ സാമാന്യനാമം എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ മനുഷ്യൻ, അല്ലെങ്കിൽ മനുഷ്യർ, അല്ലെങ്കിൽ വൃക്ഷം, അങ്ങനെ മൊത്തത്തിൽ നമ്മൾ മൃഗങ്ങൾ അല്ലെങ്കിൽ മൃഗം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന സാമാന്യനാമമാണ്. ഇനി മേയനാമം എങ്ങനെയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഇതാണ്. കാരണം എന്താ വെച്ചാൽ അത് ഒരുപാട് പ്രാവശ്യം ഈ ഒരു മേയനാമം ചോദിക്കാറുണ്ട്. മേയനാമം എന്ന് വെച്ചാൽ അളന്ന് തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയത്തില്ല. അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ ഇടുന്ന നാമം ഉണ്ടല്ലോ. ഉദാഹരണം പറഞ്ഞാൽ മണ്ണ് അല്ലെ മണൽ, അതൊന്നും നമുക്കൊരിക്കലും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അല്ലെങ്കിൽ മേഘം, മഴ, ഇതൊക്കെ എന്താണ് തിട്ടപ്പെടുത്താൻ കഴിയാത്ത കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ വരുന്നതിനെ നമ്മൾ മേയനാമം എന്നാണ് വിളിക്കുന്നത്. അടുത്തത് സമൂഹനാമമാണ്. സമൂഹനാമം എന്ന് വെച്ചാൽ ഒരേ ധർമ്മം നിർവഹിക്കുന്ന ആളുകളെ നമ്മൾ പറയത്തില്ലേ, അപ്പോൾ അങ്ങനെ വരുന്നത്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ സൈന്യത്തിൽ പട്ടാളക്കാരെല്ലാം ഒരേ ധർമ്മം നിർവഹിക്കുന്നു, അപ്പോൾ അങ്ങനെ. അല്ലെങ്കിൽ സഭ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സമൂഹനാമം എന്നാണ് പറയുന്നത്. ഇനി സർവനാമം എന്ന് വയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഓർത്ത് വയ്ക്കുക? ഉമപ്ര ജ്ഞാനിയായവൻ എന്ന് ഓർക്കുക. ഉമപ്ര ജ്ഞാനിയായവൻ, അതായത് നമുക്ക് സർവനാമം വരുന്നത് ഉത്തമം, മധ്യമം, പ്രഥമം അല്ലേ. ഉത്തമം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എന്തായിരിക്കും? എല്ലാ ഗുണവും തികഞ്ഞവനായിരിക്കുമല്ലോ. ഒരാൾക്കും ഞാൻ അവനവൻ മോശമെന്ന് പറയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉത്തമമായതായിരിക്കും ആരായിരിക്കും? ഞാനായിരിക്കും, ഞങ്ങളായിരിക്കും, നമ്മളായിരിക്കും, നാമായിരിക്കും. അപ്പോൾ 4 കാര്യങ്ങളാണ് ഉത്തമം: ഞാൻ, ഞങ്ങൾ, നമ്മൾ, നാം. ഇനി അടുത്തത് മധ്യമമാണ്. മധ്യമം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞിട്ടുള്ള അടുത്ത ആളാരാണ്? നീയാണ്. നീ, താങ്കൾ, നിങ്ങൾ തുടങ്ങിയവരൊക്കെ എന്താണ്? മധ്യമം സർവനാമങ്ങളിൽ വരും. അപ്പം നീയായി, ഉമപ്ര ജ്ഞാനി, പിന്നെ ആയവൻ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? പ്രഥമത്തിൽ ആരൊക്കെയാണ് വരിക? അവൻ, അവൾ, അദ്ദേഹം, തുടങ്ങിയവരൊക്കെ എന്താണ്? ഈ പറഞ്ഞ പ്രഥമ സർവനാമത്തിൽ വരുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ദ്രവ്യനാമങ്ങളെ തരംതിരിച്ചതിലുള്ള 5 തരംതിരിവുകൾ. അതിൽ തന്നെ സർവനാമത്തെ വീണ്ടും നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇനി വരുന്ന മറ്റൊരു ഏരിയയാണ് ബഹുവചനം. സലിംഗം, അലിംഗം, പൂജകം. ഇങ്ങനെ വരുന്നതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. സലിംഗം, അലിംഗം. അലിംഗം എന്ന് പറയുന്നത്, സലിംഗം നിങ്ങൾക്കറിയാം, സ്ത്രീ, പുരുഷൻ എന്നുള്ള രീതിയിലൊക്കെ സലിംഗം വരുന്നത്. അങ്ങനെയുള്ളത് നമുക്ക് പെട്ടെന്ന് കിട്ടും. അലിംഗം ചോദിക്കും. ലിംഗം സൂചിപ്പിക്കുന്നില്ലാത്തതാണ് അലിംഗം. പൂജകമാണ് പ്രധാനപ്പെട്ട ഈ ഏരിയയിലെ ചോദ്യം. അതായത് ഒരു ചോദ്യത്തിനകത്ത് വാദ്യാർ, അധ്യാപകർ, അത് ഒരാളെ ഉണ്ടാവുള്ളൂ, ഒരു കൂട്ടത്തെ പറയുന്ന പേരല്ല. ഗുരുക്കൾ,
സ്വാമികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഗുരുക്കൾ, പിന്നെ വാദ്യാർ എന്നൊക്കെ പറയുന്ന ഒരാളെയാണ്, പക്ഷേ നമ്മൾ ബഹുമാനിച്ച് പറയുന്നതാണത്, പൂജിച്ച് പറയുന്ന കാര്യം എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അത് അധ്യാപകർ എന്നൊക്കെ പറയുന്നത്, പിന്നെ അവർകൾ എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ അതെന്താണ്? പൂജകമാണ്. ഗുരുക്കൾ, സ്വാമികൾ. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്യുക, അത് ഓർത്തിട്ട് ആ ആൻസറിലേക്ക് എത്തണം. അതാണ് പൂജക ബഹുവചനം. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന, നിങ്ങൾക്കും ചോദ്യത്തിൽ കണ്ടിട്ടുള്ളതാണ്, ഈ ഏരിയയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ട് വരുന്നത്, ഞാൻ ഈ ഒരു വ്യാകരണ ഏരിയയിൽ നിന്നല്ലാതെ വരുന്ന കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞു തരാം. ഇപ്പോൾ സാംസ്കാരിക വ്യവസായം എന്ന് പറഞ്ഞൊരു ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു. സാംസ്കാരിക വ്യവസായം എന്ന് പറഞ്ഞാൽ വിമർശനാത്മക സൈദ്ധാന്തികരായ തിയോഡോർ അഡോർണോ, അതുപോലെ മാക്സ് ഹോർഗൈമർ എന്നിവർ വികസിപ്പിച്ചതാണ് സാംസ്കാരിക വ്യവസായം എന്നുള്ളത്. ഇത് ചേരുംപടിയിലാണ് കണ്ടത്. പുസ്തകം അവരുടേത് ഡയലക്റ്റിക്സ് ഓഫ് എന്ന പുസ്തകമാണ്. അപ്പം അടിത്തറ മേൽപ്പുര സിദ്ധാന്തമാണ് അതിൽ മറ്റൊന്ന് ഉണ്ടായിരുന്നത്. കാൾ മാർക്സ് ആണ് അടിത്തറ മേൽപ്പുര സിദ്ധാന്തം വരുന്നത്. ഇനി പൗരസ്ത്യവാദം എന്നുള്ളത് എഡ്വേർഡ് സെയ്തും, പ്രത്യയശാസ്ത്രം അൽത്യൂഗക്ത പ്രത്യയശാസ്ത്രം, ഇങ്ങനെയായിരുന്നു ആ ചേരുംപടി. അതൊരു പുതിയ ചേരുംപടി കൂടി ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എ ഡിഫറൻസ് ഓഫ് പോയട്രി എന്നുള്ളത് ഷെല്ലിയുടെ ഒരു എസ്സേ ആണ്. എ ഡിഫറൻസ് ഓഫ് പോയട്രി ഷെല്ലിയുടെ എസ്സേ ആണ്. അതുപോലെ ഇനി ആട്ടക്കഥയുടെ ഭാഗത്തു നിന്ന് കുറച്ച് ചോദ്യം വന്നിരുന്നു. ആട്ടക്കഥയിൽ വന്നിരിക്കുന്നത് തുളസീവനം, ആർ രാമചന്ദ്രൻ നായരുടെ പേരാണ് തുളസീവനം. അദ്ദേഹത്തിൻ്റെ ആട്ടക്കഥ കൊടുത്തിരുന്നത് ഭട്ടാരക വിജയമാണ്. ഭട്ടാരക വിജയം. അതുപോലെ മാലി മാധവൻ നായർ. ഈ ആട്ടക്കഥ എന്നുള്ള ഏരിയയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ കാണുന്നുണ്ട്. മാധവൻ നായർ, വി മാധവൻ നായരുടെ പേരാണ് മാലി, തുലികനാമം. അദ്ദേഹത്തിൻ്റെ ആട്ടക്കഥ കർണശബദമാണ്. മറ്റൊരാളെ നൽകിയിരുന്നത് ഐമനം കൃഷ്ണ കൈമൾ. അത് എനിക്ക് തോന്നുന്നു സെറ്റിൻ്റെ സ്ഥിരം ചോദ്യങ്ങളിലൊന്നാണ് ഐമനം കൃഷ്ണ കൈമൾ. അപ്പം ആട്ടക്കഥയിൽ നൽകിയിരുന്നത് ഡോക്ടർ ഫൗസ്റ്റാണ്. മറ്റ് കൃതികളോട് ഞാൻ പറഞ്ഞു തരാം. ലേഖനം സംസ്കാരമഞ്ജരി, MKK നായരുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. കഥകളി വിജ്ഞാനകോശം, ആട്ടക്കഥ സാഹിത്യം, നളചരിത സന്ദേശം, അത് പഠനമാണ്. കഥകളി പ്രകാശിക, നാട്യശാസ്ത്ര പഠനം, തുള്ളൽ ദൃശ്യവേദിയിൽ, അഷ്ടകലാശം, അങ്ങനെ അതുപോലെ അഷ്ടദളം. ഈ കൃതികളൊക്കെ ഐമനം കൃഷ്ണ കൈമളുടേതാണ്. അപ്പം ആട്ടക്കഥയിൽ വരുന്നത് ഡോക്ടർ ഫൗസ്റ്റ് ആയിരുന്നു. അത് കഥകളി വിജ്ഞാനകോശം മറ്റ് ചേരുംപടിയിൽ കണ്ടു. കഥകളി വിജ്ഞാനകോശം, കഥകളി പ്രകാശിക തുടങ്ങിയവയൊക്കെ ഓർത്ത് വയ്ക്കുക. അടുത്തത് കലാമണ്ഡലം കേശവനാണ്. കലാമണ്ഡലം കേശവൻ വാദ്യകലാകാരനാണ്. ചെണ്ടയാണ് വാദ്യം. അഭിനേതാവായിരുന്നു. കഥാനായകൻ, വാനപ്രസ്ഥം എന്നുള്ള സിനിമകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു നടൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൊടുത്തിരുന്നത് രുസ്തവും സോറാബുമാണ്. രുസ്തവും സോറാബും. ആട്ടക്കഥ മറ്റൊരെണ്ണം ഭീമബന്ധനമാണ്. ഇനി വേറെ കൃതികൾ പറയാം. ഹേ ഭൂമികന്യേ, മേളം, കാർക്കോടകൻ, അത് കവിതയാണ്. ശാകുന്തളം, രഘുവിജയം, ഏകലവ്യനും അശുദ്ധാമാവും, സതിസുകന്യ, അരങ്ങിനു പിന്നിൽ, കമലദളം, ദശപുഷ്പങ്ങൾ, വിചിത്രവിജയം, മഹച്ചരിതമാല. ഇവരെ സ്ഥിരമായിട്ട് സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം ഡോക്യുമെൻ്ററിയാണ്. ഡോക്യുമെൻ്ററിയിൽ നിഷാദം എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി ആരെക്കുറിച്ചാണ്? മധു ഇറവങ്കരയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. കടമനിട്ടയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണത്. മറ്റൊരു ഡോക്യുമെൻ്ററി ആർട്ടിസ്റ്റ് നമ്പൂതിരിയെക്കുറിച്ച്, നേരുവര എന്നൊരു ഡോക്യുമെൻ്ററിയാണ്. അത് ആര് സംവിധാനം ചെയ്തു എന്ന് ചോദിച്ചാൽ ഷാജിയൻ കരുണാണത് സംവിധാനം ചെയ്തിരിക്കുന്നത്. മറ്റൊരു ഏരിയ നിങ്ങൾക്ക് പ്രധാനമായിട്ട് വരുന്നത് ഇവിടെ നിന്ന് ആത്മകഥയാണ്. ആത്മകഥകൾ ഒരുപാട് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതും പ്രധാനപ്പെട്ട ഈ പറഞ്ഞതുപോലെയുള്ള ആത്മകഥകൾ നമുക്കറിയാവുന്നവയല്ല ചോദിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആത്മകഥ പറയുകയാണെങ്കിൽ ചോരയും കണ്ണുനീരും നനഞ്ഞ വഴികൾ, അത് കെ ദേവയാനിയുടെയാണ്. ചോരയും കണ്ണുനീരും നനഞ്ഞ വഴികൾ, കെ ദേവയാനി. സ്ത്രൈണം, അതൊരു ആത്മകഥ. കോട്ടയ്ക്കൽ ശിവരാമൻ എന്ന കുലീന നായിക, കഥകളി നടനാണ് കോട്ടയ്ക്കൽ ശിവരാമൻ. അദ്ദേഹത്തിൻ്റെ പേരാണ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ എന്ന കുലീന നായികയായിട്ടായിരുന്നു കഥകളിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്ത്രൈണമാണത്. അതുപോലെ വേറൊരു
ആത്മകഥ കണ്ടത്. തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് KP അപ്പൻ്റെയാണ്. തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് KP അപ്പൻ. അങ്ങനെ ആത്മകഥ ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ വയലാർ അവാർഡ് കിട്ടിയത് പറഞ്ഞല്ലോ, ജീവിതം ഒരു പെൻറ്റുലം എന്നുള്ളത് ശ്രീകുമാരൻ തമ്പി. അപ്പോൾ ആത്മകഥകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്നുണ്ട്, നോക്കുക. അതുപോലെ തന്നെ വേറൊരു ചോദ്യം, മലമുകളിലെ ദൈവം 1983 PN മേനോൻ ഡിറക്ഷനിൽ വന്നിട്ടുള്ള സിനിമയാണ്. അതിൻ്റെ തിരക്കഥ ആരാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് കൽപ്പറ്റ ബാലകൃഷ്ണനാണ്. കൽപ്പറ്റ ബാലകൃഷ്ണൻ എഴുത്തുകാരനായതുകൊണ്ടാണ്, കവിയൊക്കെ ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ഈ റീസെൻ്റ് നടന്ന നെറ്റിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു, പഞ്ചവൻ പാലത്തിൻ്റെ തിരക്കഥ വേളൂർ കൃഷ്ണൻകുട്ടി. അങ്ങനത്തെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് നമ്മളുടെ എഴുത്തുകാരെഴുതിയവ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. പിന്നെ അതുപോലെ ഈ മലമുകളിലെ ദൈവത്തിന് 1983 ദേശീയ ചലച്ചിത്ര പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, മികച്ച മലയാള ചലച്ചിത്രത്തിന്. അതാണ് അതിനെ പിന്നെ ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതും കൂടി. ഇനി മലമുകളിലെ അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടൊരു ചെറുകഥാ സമാഹാരമുണ്ട്, അത് പുനത്തിലിൻ്റെയാണേ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു കൃതി വന്നിട്ടുണ്ട്, മലമുകളിൽ 2 പേർ എന്ന് പറഞ്ഞത് സമകാലിക മലയാളത്തിൽ വന്ന ഉണ്ണിയാറിൻ്റെ കഥയാണ്. മലമുകളിൽ 2 പേർ, അതിപ്പോൾ പുസ്തകമായിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂടെ ഈ 3 മലമുകളിലെ ആയതുകൊണ്ട് പരീക്ഷയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ ഓർക്കുക. ഇനി അതുപോലെ മറ്റൊരു ഏരിയ നിങ്ങൾക്ക് വരുന്നത് ആർക്ക് സമർപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ പെൺമക്കൾക്കും അമ്മമാർക്കും സമർപ്പിച്ചിരിക്കുന്നത് സാറാ ജോസഫിൻ്റെ കൃതി, അതേതെന്നായിരുന്നു ചോദ്യം. പാപത്തറയാണത്. ആ പാപത്തറയുടെ ആമുഖം അവതാരിക എഴുതിയിരിക്കുന്നത് സച്ചിദാനന്ദനാണ്. ആ കൃതിയുടെ അവതാരികയിലാണ് ഫെമിനിസം എന്നുള്ള പദം ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൂടി ഓർക്കണേ. ഈ ഫെമിനിസത്തെക്കുറിച്ച് പറഞ്ഞപ്പം ഒരാൾ സ്ത്രീയായിട്ട് ജനിക്കുകയല്ല, അങ്ങനെ ആയിത്തീരുകയെന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് സിമോൻ ദി ബൂവയാണ് അത് പറഞ്ഞിരിക്കുന്നത്. എ റൂം ഓൺ വൺസ് ഓൺ എന്ന് പറഞ്ഞിരിക്കുന്നത് വിർജീനിയ വൂൾഫാണ്. അങ്ങനെ കുറച്ച് പേരെ ഈ ഫെമിനിസവുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കണം. അപ്പോൾ ഫെമിനിസം എന്ന് പറഞ്ഞ പദം കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെ ഫെമിനിസത്തെ 3ആയിട്ട് തിരിച്ച്, ഫെമിനിസം, ഫീമെയിൽ, ഫെമിനിൻ എന്ന് പറഞ്ഞ് 3ആയിട്ട് തിരിച്ചേക്കുന്നത് എലൈൻ ഷോവാൾട്ടറാണ്. അപ്പോൾ അങ്ങനത്തെ ഫെമിനിസവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും കണ്ടിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഞാൻ ഈ സാറാ ജോസഫിനെ കുറിച്ച് പറയാൻ കാരണം, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു സാറാ ജോസഫ് കൃതിയെക്കുറിച്ച് ചോദ്യം ഉണ്ടായിരിക്കും. ഉദാഹരണം പറഞ്ഞ ചെറുകഥയാണെങ്കിൽ ഇപ്പോൾ ലളിത കഥാപാത്രമായിട്ട് വരുന്നത് മുടിത്തെയ്യം മുറയുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുകഥയാണ്. മുടിത്തെയ്യം മുറയുന്നു, അതായത് അതിൽ മുടി അഴിച്ചിട്ട് നടക്കാൻ കൊതിക്കുന്നൊരു ലളിതയെ കാണാം. എനിക്ക് അതിൻ്റെ കഥാപാത്രം പുരുഷോത്തമനാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, മറ്റൊരു കഥാപാത്രം. അതുപോലെ തന്നെ മേബിൾ അമ്മായിയുടെ സ്വപ്നതുല്യമായിട്ട് ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിൽ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. മേബിൾ അമ്മായിയുടെ വീട്, അത് കടൽക്കരയിലുള്ള മേബിൾ അമ്മായിയുടെ ഒരു വീട് സ്വപ്നം കാണുന്ന എഴുത്തുകാരി എന്ന് പറയുന്നത്, ജീവിതത്തിലെ കടമകൾക്കുള്ളിൽ പെട്ടുപോകുന്ന ഒരു എഴുത്തുകാരിയെ അവതരിപ്പിക്കുന്ന കഥയാണ് ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലും. അതുപോലെ വേറെ ഒരെണ്ണം വരുന്നത് കഥകളിൽ വരുന്ന സ്കൂട്ടർ എന്ന് പറഞ്ഞ കഥ സാറാ ജോസഫിൻ്റെയാണ്. കഥകൾ ഏതൊക്കെയെന്നും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഞാൻ ഈ നിങ്ങൾക്ക് എന്ന് പറയുന്നത് ഞാൻ സെറ്റ് എക്സാം എഴുതാത്തത് കൊണ്ടാണ് കേട്ടോ. ഞാൻ നെറ്റ് എക്സാമാണ് എഴുതുന്നത്, അതുകൊണ്ടാണ് ഞാൻ സെറ്റിൻ്റെ വീഡിയോകൾ ചെയ്യാതിരുന്നത്. ഇത് കുട്ടികളുടെ ആവശ്യപ്രകാരം ചെയ്തൊരു വീഡിയോ ആണേ. അപ്പം മറ്റൊരെണ്ണം പിന്നെ നോവലുകളിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞാൻ നോവലുകളൊന്ന് എൻ്റെ ഓർമ്മയിൽ നിന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് വരുന്ന നോവല് ആലാഹയുടെ പെൺമക്കളാണ്. ആലാഹയുടെ പെൺമക്കളിൽ ആനി മറിഞ്ചേരത്തി എന്നിവർ കഥാപാത്രമാകുന്ന കോക്കാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തെ പ്രതിപാദിക്കുന്ന, തൃശ്ശൂരുള്ള കോക്കാഞ്ചിറ എന്നുള്ള സ്ഥലമാണ്. ഒഴക്ക് കഞ്ഞാർളം എന്ന് പറഞ്ഞിട്ടുള്ള അധ്യായമൊക്കെ ഉള്ള, പിന്നെ അത് ആനി കുട്ടിപ്പാപ്പനൊക്കെ വരുന്ന ഒരു നോവലാണ്. ആദ്യത്തെ നോവലാണ്. കേരള സാഹിത്യ അക്കാദമിയൊക്കെ നേടിയിട്ടുള്ള നോവലാണത്. പിന്നെ രണ്ടാമത് വരുന്നത് മാറ്റാത്തിയാണ്. ഈ കൃതികളുടെയൊക്കെ പ്രത്യേകത തൃശ്ശൂർ ഭാഷയാണ് ഇതിനകത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത് വരുന്നത് മാറ്റാത്തിയിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ബ്രിജിത്ത, അതുപോലെ പ്രധാന കഥാപാത്രം ലൂസി. പിന്നെ അതുപോലെ അവസാനം പിന്നെ ലൂസി രൂപാന്തരപ്പെടുന്ന അല്ലെങ്കിൽ പരിണമിക്കുന്നത് ചെറോണ എന്ന് പറഞ്ഞിട്ടുള്ള അതിലെ കഥാപാത്രമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉള്ള കഥാപാത്രങ്ങൾ വരുന്നത് ഈ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് മാറ്റാത്തിയാണ്. പിന്നീട് വന്ന കൃതിയാണ് ഒതപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ തന്നെ ഒരു ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട് ഒരു അച്ഛനും കന്യാസ്ത്രീയും കഥാപാത്രങ്ങളായിട്ട് വരുന്നു. ഫ്രാൻസിസ് കരീക്കനും അതുപോലെ മാർഗലീത്തയും ഇവരാണ് അതിൻ്റെ കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്.
പിന്നെ ആദി എന്ന് പറഞ്ഞിട്ടൊരു നോവൽ വരുന്നു. ആദി എന്നുള്ള നോവൽ ജലമാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്, ജലം. പിന്നെ അടുത്ത് വരുന്നത് ആളോഹരി ആനന്ദമാണ്. അതിനെക്കുറിച്ചൊരു ചോദ്യമുണ്ട്. സ്വർഗ അനുരാഗികളുടെ പ്രമേയം വരുന്ന നോവലാണത്. പിന്നെ മറ്റൊരു നോവലാണ് ഊരുകാവൽ. ഊരുകാവലിൽ രാമായണത്തെ ഉപജീവിച്ച് എഴുതിയിരിക്കുന്നൊരു നോവലാണ്. ഈ നോവലിനകത്ത് വരുന്നത് ബാലിയുടെ മകനായിട്ടുള്ള അങ്കദൻ, അതുപോലെ ബാലിയുടെ പത്നിയായിട്ടുള്ള താര, ഇവർ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. പ്രധാന കഥാപാത്രം അങ്കദനാണ്. രാമനെ കൊല്ലണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന അങ്കദനാണ് ഊരുകാവലിലെ കഥാപാത്രമായിട്ട് വരുന്നത്. ഇനി അടുത്തൊരു നോവൽ ഇപ്പം ബുധിനി നോവൽ നോക്കുകയാണെങ്കിൽ അതിൽ സന്താൾ ഗോത്രവർഗത്തിൽപ്പെട്ട ബുധിനി എന്ന പെൺകുട്ടി ദാമോദർ വാലി അണക്കെട്ടിൻ്റെ ഉദ്ഘാടനത്തിനെത്തുന്ന ജവഹർലാൽ നെഹ്റു അന്നത്തെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് നമ്മൾ ഉദ്ഘാടനത്തിന് പോയി മാലയിടില്ലേ, അങ്ങനെ ബുധിനിയാണ് മാലയിടുന്നത്. പക്ഷേ അതോടുകൂടി അവളുടെ ജീവിതം മാറിമറിയുകയാണ്. അവളെ ഗോത്രത്തിൽ നിന്ന് തന്നെ പുറത്താക്കുന്നു. അതിന് കാരണമായിട്ട് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാര്യയാണ് ഈ ഒരു ബുധിനി എന്നുള്ളതാണ്. മാല ഇട്ടതോടുകൂടി ഭാര്യയായി മാറി. ജവഹർലാൽ നെഹ്റു തിരിച്ച് ആ മാല അവൾക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അവളൊരു കൊച്ചു പെൺകുട്ടി ആയതിൻ്റെ വാത്സല്യത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനെ വേണ്ടാത്ത രീതിയിലാണ് വ്യാഖ്യാനിച്ചെടുക്കുന്നത്. അത് മാത്രമല്ല അവരുടെ ഗോത്രത്തിൽ അങ്ങനെയൊരു രീതിയും ഉണ്ട്. അവർ മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവുമാണെന്നുള്ള ഒരു രീതി ആ ഗോത്രത്തിലുണ്ട്. അങ്ങനെ ഗോത്രത്തിൽ നിന്നും അടിച്ചിറക്കപ്പെടുകയും അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി വരുന്നവരിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ബുധിനിയുടെ കഥ പറഞ്ഞ നോവലാണ് ഈ പറഞ്ഞ ബുധിനി എന്ന പേരിൽ തന്നെ സാറാ ജോസഫ് എഴുതിയിരിക്കുന്നത്. ബുധിനി കഴിഞ്ഞ വർഷമാണ് മരണപ്പെടുന്നത്. അതുവരെ ജീവിച്ചിരുന്ന ഒരാളാണ് ബുധിനി. അടുത്തിടെ വന്നൊരു നോവലാണ് GR ഇന്ദുഗോപൻ്റെ ആനോ. അത് ചിലപ്പം ഒരു പരീക്ഷയുടെ ചോദ്യമായിട്ട് വരാം. ആനോ എന്നുള്ളത് ആന കഥാപാത്രമാകുന്നു. പോർച്ചുഗൽ രാജ്യത്തേക്ക് ലിയോ 10 മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ച ഇന്ത്യയെ ഇതാ സമർപ്പിക്കുന്നു എന്ന ഇതിൽ സമർപ്പിച്ച ആന ആൽബിനോ എന്നാണ് അതിൻ്റെ പേര്, ഒരു വെള്ളാന. അപ്പോൾ അതിനെക്കുറിച്ച് GR ഇന്ദുഗോപൻ എഴുതിയിരിക്കുന്ന നോവലാണ് ആനോ. അത് പുതിയൊരു നോവലായതുകൊണ്ടാണ് അങ്ങ് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഏറ്റവും പഴക്കമുള്ള നോവലുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരെ ചോദിക്കുന്നുണ്ട് എന്നാണ്. 1963 പ്രസിദ്ധീകരണത്തിൽ വന്നിരിക്കുന്ന ഒരു കൃതിയാണ് K. പാനൂറിൻ്റെ കേരളത്തിലെ ആഫ്രിക്ക. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലുള്ള കൃതികൾ വരെ ഇപ്പോൾ ചോദിക്കുന്നു എന്നുള്ളതാണ് സെറ്റിൻ്റെ ഒരു പ്രത്യേകത. നെറ്റിനെ പറഞ്ഞു തന്ന അതേ ചോദ്യങ്ങൾ ഒരുപാട് ഇതിനകത്ത് ആവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നഗാസര ദീനകൈ എന്ന് നമ്മൾ കാലക്രമം അനുസരിച്ച് പഠിച്ച നളചരിതത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ ഇതിൽ ചേരുംപടിയായിട്ട് കൊടുത്തിട്ടുണ്ട്. രസിക കൗതുകം എന്നുള്ളത് MH ശാസ്ത്രി, കാന്താര താരകം AR, ദീപിക, ദേശമംഗലത്ത് രാമവാര്യർ, കൈരളി, പന്മന തുടങ്ങിയവയൊക്കെ ചേരുംപടിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ ഒന്ന് കേട്ട് പഠിക്കുക. ഇനി എല്ലാ ചോദ്യങ്ങളും ഡയറക്റ്റാണ്. മുക്തകണ്ഠം VKN എന്ന ജീവചരിത്രത്തിൻ്റെ കർത്താവാര് എന്നുള്ളത് അതിൽ കൊടുത്തിരിക്കുന്ന അനിൽ ദേവസി, P. സുരേന്ദ്രൻ, താഹമാടായി, K. രഘുനാഥനാണ് അതിൻ്റെ ഇത് വരുന്നത്. അനിൽ ദേവസി അതിനകത്തൊക്കെ വരുന്നത്. അനിൽ ദേവസി 2 കൃതികളാണ് എഴുതിയിരിക്കുന്നത്. യാ ഇലാഹി ടൈംസ് എന്ന് പറഞ്ഞതും, അതായത് നോവലുകൾ, യാ ഇലാഹി ടൈംസ്, അതുപോലെ കാസ പിലാസ, DC ആണ് ഈ 2 പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് DC നോവൽ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ കൃതിയാണ്. അങ്ങനെ പറയുമ്പോൾ DCയുടെ 1ാം സ്ഥാനം നേടിയ മറ്റൊരു കൃതി സ്ഥിരമായി ചോദിക്കും. പരിസ്ഥിതി നോവൽ എന്നുള്ള രീതിയിൽ പുരസ്കാരത്തിന് അർഹമായിരിക്കുന്ന സോണിയ റഫീഖിൻ്റെ ഹെർബേറിയം എന്ന നോവൽ നിങ്ങൾ ഓർക്കണം. അതുപോലെ ഒരു ലീലാവതി ടീച്ചറുമായി ബന്ധപ്പെട്ട് ഈ മുളങ്കാടുകൾ പൂക്കുന്നത് പോലെ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന സാഹിത്യ പ്രസ്ഥാനം ഏത് എന്നുള്ളൊരു ചോദ്യം വന്നു. അത് വെൺമണി പ്രസ്ഥാനമാണ്. പിന്നെ MN വിജയൻ്റെ മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന പഠനഗ്രന്ഥം ആരെക്കുറിച്ചുള്ളതാണ്? വൈലോപ്പള്ളി, OV വിജയൻ, ബഷീർ ആനന്ദ്. അതൊന്ന് കമൻറ്റ് ചെയ്തേ, നിങ്ങൾക്ക് അറിയുമെന്നറിയട്ടെ. കാരണം ഇത് ഒരുപാട് തവണ ആവർത്തിച്ചൊരു ചോദ്യമാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതുമാണ്. ഇനി ഹാസ്യരസത്തിൻ്റെ നിറമേത്? അപ്പോൾ അത് ഒരു ചോദ്യമാണ്. അത് ഞാൻ പറഞ്ഞു തരാം. രസങ്ങളുടെ നിറങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ പറയുന്നത് അതിൻ്റെ നിറങ്ങൾ, അതായത് നമ്മുടെ രസങ്ങളുടെ നിറങ്ങളും അതിൻ്റെ ദേവന്മാരുമാണ്. പച്ച എന്നുള്ളത് ശൃംഗാരമാണ്. വിഷ്ണുവാണ് വരുന്നത്. പച്ച ശൃംഗാരം വിഷ്ണു. അതിൽ രതി എന്നുള്ളതാണ് അതിൻ്റെ
സ്ഥായീഭാവം വരുന്നത്. അപ്പോൾ അതിൻ്റെ കോഡായിട്ട് ഞാൻ പറഞ്ഞു പോകാം. കോഡ്: പച്ച ശൃംഗാരം വിഷ്ണുവിൽ രതിയുണ്ടാക്കി. അപ്പോൾ നിറം പച്ച, ശൃംഗാരം, രതി സ്ഥായീഭാവം വിഷ്ണുദേവൻ. അടുത്തത് വീരസ്വർണം ദേവേന്ദ്രനിൽ ഉത്സാഹമുണ്ടാക്കി. വീരസ്വർണം ദേവേന്ദ്രനിൽ ഉത്സാഹമുണ്ടാക്കി. അതിനകത്ത് സ്വർണ്ണവർണ്ണമാണ് വരുന്നത്. വീരത്തിന് സ്വർണ്ണവർണ്ണം, ദേവേന്ദ്രൻ ആണ് ദേവൻ എന്ന് ഓർക്കുക. ഉത്സാഹം സ്ഥായീഭാവം. തവിട്ട് യമൻ ശോകം തന്നെ. തവിട്ട് യമൻ ശോകം തന്നെ. ബ്രഹ്മാവിൻ്റെ മഞ്ഞപ്പിത്തം വിസ്മയമായി. ബ്രഹ്മാവിൻ്റെ മഞ്ഞപ്പിത്തം വിസ്മയമായി. വെളുത്ത ഹാസ്യം ശിവപാർശകന്മാർ. വെളുത്ത ഹാസ്യം ശിവപാർശകന്മാർ. ക്രോധം കൊണ്ട് ചുവന്ന ശിവൻ. ക്രോധം കൊണ്ട് ചുവന്ന ശിവൻ. കറുത്ത കാലൻ ഭയപ്പെടുത്തി. കറുത്ത കാലൻ ഭയപ്പെടുത്തി. ഈ ക്രോധം കൊണ്ട് ചുവന്ന ശിവൻ എന്ന് പറയുമ്പോൾ അത് രൗദ്രം എന്നുള്ളത് ഓർക്കണേ. രൗദ്രം. കറുത്ത കാലൻ ഭയപ്പെടുത്തി, അത് ഭയാനകം. ഭയാനകം. അടുത്തത് നീലക്കാമൻ ജുഗുപ്സ ഉണ്ടാക്കി. നീല കാമൻ ജുഗുപ്സ ബീഭത്സം. ബീഭത്സം. അടുത്തത് സ്വച്ഛനായ ബുദ്ധൻ ശമമായി. സ്വച്ഛനായ ബുദ്ധൻ ശമമായി ശാന്തം. ഈ ശാന്തം എന്ന് പറയുമ്പം നിങ്ങൾ ഓർക്കേണ്ടത് 9 രസങ്ങളെക്കുറിച്ച് മാത്രം അല്ല, 8 രസങ്ങളെക്കുറിച്ച് മാത്രമേ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളൂ. 9ാമത്തെ രസം പിന്നീട് കൂട്ടിച്ചേർത്തതാണ് ശാന്തം. അപ്പോൾ ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് പിന്നെ 10ാമത്തെ ഒരു രസം ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് വന്നിരുന്നൊരു ചോദ്യം. അത് പ്രേയസ് എന്നാണ് കൊടുത്തേക്കുന്നത്. പ്രയാൻ, പ്രേയസ് എന്നൊക്കെ കണ്ടാൽ അതാണ് ഉത്തരമായിട്ട് വരിക. ശാന്തം മാത്രമാണ് ഏകരസം എന്നൊക്കെ പറഞ്ഞത് അഭിനവഗുപ്തനാണേ. ശാന്തം മാത്രമേ ഉള്ളൂ ഏകരസം എന്ന് പറയുന്നത് അഭിനവഗുപ്തനാണ്. അത് ഓർത്ത് വെക്കണം ഈ ഭാഗത്ത് നിന്ന്. പിന്നെ തൊൽക്കാപ്യം എന്ന് പറയുന്ന തിണസങ്കല്പത്തെക്കുറിച്ച് ആധികാരികമായി പറയുന്ന തൊൽക്കാപ്യം. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ കോഡുണ്ടല്ലോ, ആ കോഡ് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ. ആ കോഡ് ഒരു അധ്യാപകനായിട്ടുള്ള അർജുൻ ഉണ്ടാക്കിയതാണ്. അപ്പം ആ കോഡിന് ഞാൻ അർജുനോടാണ് നന്ദി പറയുന്നത്. കാരണം അത്രയും രസങ്ങളെക്കുറിച്ച് ഓർത്ത് വയ്ക്കാൻ, രസങ്ങളെക്കുറിച്ചും അതിൻ്റെ നിറങ്ങളെക്കുറിച്ചും ഓർത്ത് വയ്ക്കുന്ന കോഡിൻ്റെ ഉപജ്ഞാതാവ് അർജുനാണ്. അപ്പം അത്രയും നല്ലതായിട്ടാണ് ആ കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളങ്ങ് പഠിച്ചെടുക്കുക. അപ്പോൾ ഞാൻ വീണ്ടും വരിക. ഈ പറഞ്ഞ തൊൽക്കാപ്യം തിണസങ്കല്പത്തെക്കുറിച്ച് ആധികാരികമായി പറയുന്നതാണ്. അതുപോലെ തന്നെ അതിനകത്ത് 3 ഭാഗങ്ങളുണ്ടെന്ന് ഓർക്കുക. എഴുത്തധികാരം, ചൊല്ലധികാരം, പൊരുളധികാരം, 3 അധികാരം. പൊരുളധികാരത്തിലാണ് 3 ഘടകങ്ങൾ വരുന്നത്. കവിതയുടെ ഇതായിട്ടാണ് വരുന്നത്. അതിൽ മുതൽ, കരിപ്പൊരുൾ, ഉരിപ്പൊരുൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കേൾക്കുക. ഇതിൻ്റെ തുടർച്ച വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ ഇതിൻ്റെ തുടർച്ച വീഡിയോ ചെയ്യാം.